ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ദിയ അജി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്റ്റേജ് ഷോ വ്ളോഗാട്ടോ. ഇവിടെ ഈദിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ പ്രോഗ്രാം. എന്ന് വെച്ചാൽ നാട്ടിൽ ഈദിൻ്റെ അന്നായിരുന്നു ഇവിടുത്തെ പ്രോഗ്രാം. ഇവിടെ ഷാർജ എക്സ്പോ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു, ഹാൾ 1 വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം കേട്ടോ. 6 മണിക്കാട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ 5:30 ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഷാർജ എക്സ്പോ സെൻറ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം. പിന്നെ ഷാർജ എക്സ്പോ സെൻറ്റർ ഹാൾ 1 വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളവിടെ എത്തി, അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ ഹാൾ 1 ഉള്ളിലേക്കുള്ള എൻട്രി ആട്ടോ അത്. ഇത് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി. ഇദ്ദേഹം ഷാർജയിലെ ഭരണാധികാരിയും പിന്നെ UAE സുപ്രീം കൗൺസിൽ മെമ്പറുമാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് തൊട്ട് മുമ്പ് ഞാനൊരു പിക്ചർ ഇട്ടില്ലായിരുന്നോ, ആ പിക്ചറാണ് കേട്ടോ. ഇവിടെ 1,00,000-ലധികം ബുക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്ത കലാകാരനാരാന്ന് വെച്ചാൽ ഡാവിഞ്ചി സുരേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അപാരാട്ടോ, അങ്ങനെ കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ കണ്ണൂർ ഷരീഫ് ക സ്റ്റേജിൽ വന്ന് ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു. പിന്നെ ഈ സൈനസിൻ്റെ പിക്ക്, അങ്ങനെ ഫോട്ടോ, അങ്ങനെ ഒരുപാട് 1,00,000-ലധികം ബുക്കുകൾ വെച്ച് ചെയ്തതിനെക്കുറിച്ചും ചെയ്ത ചില ഡാവിഞ്ചി സുരേഷ് മൂപ്പരെക്കുറിച്ചൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ ഷരീഫ് ക. ഇത് കഴിഞ്ഞിട്ടാണ് ഷരീഫ് ക പാട്ട് പാടുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ് മക്കളെ, കട്ട വെയിറ്റിംഗ്. ഒരുപാട് സോങ്സ് പാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ണൂർ ഷരീഫ് ഖാൻ മാത്രമല്ല വേറെ ആൾക്കാരൊക്കെ. അപ്പം ഞാൻ ചെറിയ ഭാഗമായിട്ടാട്ടോ ഞാനിതിൽ പെടുന്നത് വീഡിയോയിൽ. അങ്ങനെ പ്രോഗ്രാമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് കഴിയാൻ നേരത്തായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങൊക്കെ കേൾക്കാൻ പറ്റിയിട്ടോ. സുലേഖ മൻസിലൊക്കെ സോങ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് എക്സ്പോ സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. ഇത് എക്സ്പോ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ഏരിയയിലുള്ള വ്യൂ ആട്ടോ. പിന്നെ ഈ ലൈറ്റ്സ് കണ്ടില്ലേ, ഈ ബിൽഡിങ്ങിൽ വെച്ചിട്ടായിരുന്നു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നല്ല വിശത്തു. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, മന്തി കഴിക്കാമെന്നങ്ങ് വിചാരിച്ച് അങ്ങനെ അറബിക് മന്തി റെസ്റ്റോറൻറ്റിൽ വന്നു. അങ്ങനെ മന്തിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ സൂപ്പ്, സലാഡ് ഒക്കെ സൈഡ് ഡിഷസൊക്കെ വന്നു. അങ്ങനെ മന്തിയൊക്കെ വന്ന് ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മേലോട്ട് നോക്കൂ, ഒരു എയ്റോപ്ലെയിൻ പോകുന്നു. അങ്ങനെ ആ എയ്റോപ്ലെയിൻ പോകുന്നവരെ നോക്കി നിന്നു. ഇനി ഞങ്ങൾ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ.